സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു. കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നില്ല. റെയിൽവേയുടെ അനുമതിയും കൂടി ലഭിക്കാനുണ്ട്. ഇനി കേന്ദ്ര സർക്കാർ അനുമതി നൽകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അതിവേഗ റെയിൽ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് കരുതരുത്. അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഇതാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ മുതൽ കേരളത്തിൽ വലിയ പ്രചാരണം തുടങ്ങിയിരുന്നു. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു. അതേ തുടർന്ന് മലയാള മനോരമ തന്നെ മുഖപ്രസംഗം വരെ എഴുതി. ഭൂമി ഏറ്റെടുത്തു, ആ ഭൂമി ഏറ്റെടുത്തവർക്ക് തിരിച്ചു നൽകണം, വിജ്ഞാപനം റദ്ദാക്കണം, അന്ന് സമരം ചെയ്ത് ജയിലിലടച്ചവരുണ്ട്, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, അന്ന് സമരം ചെയ്തതിന് കേസെടുത്തവരുണ്ട്, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ, അവരുടെ കേസുകൾ പിൻവലിക്കണം തുടങ്ങിയവയാണ് മലയാള മനോരമ ആവശ്യപ്പെട്ടത്. എന്നാൽ കേരളത്തിന് അതിവേഗ റെയിൽ പദ്ധതി ആവശ്യമില്ലേ? ആവശ്യമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. അത് എങ്ങനെ വേണം എന്നതിൽ മാത്രമേ തർക്കമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് അതിവേഗ റെയിൽപാത കേരളത്തിൽ ഉണ്ടാകും. കേരളയിൽ വരും കേട്ടോ എന്ന് പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാകും. ഇപ്പോഴിതാ പുതിയ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ വന്നിരിക്കുന്നു. അതേക്കുറിച്ച് മലയാള മനോരമ തന്നെ വാർത്ത നൽകുകയും ചെയ്തിരിക്കുന്നു. വാർത്ത ഇങ്ങനെയാണ്: റാപ്പിഡ് റെയിൽ തീരുമാനം മുന്നണി ചർച്ചയ്ക്ക് പിന്നാലെ. സിൽവർ ലൈനിന് ബദൽ ആദ്യഘട്ടം തിരുവനന്തപുരം തൃശൂർ. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: സിൽവർ ലൈൻ പദ്ധതിക്ക് ബദലായി സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്ന റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം RRTS സംബന്ധിച്ച നയ തീരുമാനം LDF ചർച്ചയ്ക്ക് ശേഷമെന്ന് സൂചന. കേരളം മുന്നോട്ട് വന്നാൽ പദ്ധതിയുമായി സഹകരിക്കാമെന്ന് സെപ്റ്റംബറിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിനും മെട്രോ ആക്ടിനും കീഴിൽ വരുമെന്നതിനാൽ റാപ്പിഡ് റെയിലിന് റെയിൽവേയുടെ അനുമതികൾ ആവശ്യമില്ല. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ റാപ്പിഡ് റെയിൽ വിവിധ ഘട്ടങ്ങളായി നടപ്പാക്കാനുള്ള സാധ്യതയാണ് ആരായുന്നത്. ഘട്ടം ഘട്ടമായി കാസർഗോഡ് വരെ നീട്ടുകയാണ് ലക്ഷ്യം. റിസർവേഷൻ ആവശ്യമില്ലാത്തതും നിശ്ചിത സമയത്തിനിടയിൽ ഇരുദിശയിലും ട്രെയിനോടുകയും ചെയ്യുന്ന സംവിധാനമാണ് ചർച്ചകളിലുള്ളത്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ റെയിൽപാതയിൽ നിന്ന് മാറിയാണ് സിൽവർ ലൈൻ അലൈൻമെന്റ് നിശ്ചയിച്ചിരുന്നത്. അതിനാലാണ് തൃശൂർ വരെ റാപ്പിഡ് റെയിലും പരിഗണിക്കുന്നത്. ട്രാഫിക് സ്റ്റഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ റാപ്പിഡ് റെയിലിന് DPR തയ്യാറാക്കാനായി സിൽവർ ലൈനിന്റെ DPR തന്നെയാണ് അടിസ്ഥാന രേഖയാക്കുക. എന്നാൽ അലൈൻമെന്റ്, സ്റ്റേഷനുകളുടെ ക്രമീകരണം, പദ്ധതി ചെലവ് എന്നിവയെല്ലാം പൂർണ്ണമായി വ്യത്യാസപ്പെടുത്തും. തൂണുകളും വയഡക്റ്റുകളും വഴി പാതയുടെ കൂടുതൽ ഭാഗവും കടന്നുപോകുന്ന നിർമ്മാണ രീതിയാണ് റാപ്പിഡ് റെയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത. അപ്പോൾ റാപ്പിഡ് റെയിൽ വരാൻ പോകുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ച് ഒരു നല്ല കാര്യമാണ്. ഇപ്പോൾ മലയാള മനോരമ തന്നെ അത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാടാണ്. എല്ലാത്തിനെയും എതിർക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. കേരളയിൽ പദ്ധതിയെ പ്രതിപക്ഷവും BJPയും ഒന്നിച്ചു ചേർന്നാണ് എതിർത്ത് തോൽപ്പിച്ചത്. കാരണം കേരളത്തിൽ റെയിൽവേ സംവിധാനം, കേരളത്തിലെ റെയിൽ യാത്ര ദുരിതമായി മാറിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതൊരു പരിഹാരം കാണണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു ബദൽ പാത, ഹൈസ്പീഡ് റെയിൽ കോറിഡോർ വിഭാവനം ചെയ്തത് LDF സർക്കാർ. അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് തകർക്കാനാണ് കേരളത്തിലെ UDF ശ്രമിച്ചത്. അത് ഈ പദ്ധതിയിൽ മാത്രമല്ല, ദേശീയപാത ഉൾപ്പെടെയുള്ള പദ്ധതികൾ തടയാൻ ഇവിടെ പ്രതിപക്ഷവും എന്ന് വെച്ചാൽ UDFും BJPയും ഒന്നിച്ച് സമരം ചെയ്തത് നാം കണ്ടതാണ്. കേന്ദ്ര സർക്കാർ അവസാനം അനുമതി നൽകാതെ പിടിച്ചുവെച്ചു. അതോടുകൂടിയാണ് കേരളയിൽ പദ്ധതി, സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നത്. അതിന് പകരമായിട്ടാണ് റാപ്പിഡ് റെയിൽ പദ്ധതി വരുന്നത്. അതിനെയും എതിർക്കാനാണോ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത് എങ്കിൽ കേരളത്തിലെ പുതുതലമുറ അതിനെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. യുവതലമുറ യാത്രാക്ലേശം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ ചെറുപ്പക്കാർ. അവരാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നവർ, പ്രത്യേകിച്ച് പകൽ യാത്ര, പഠിക്കാൻ, ജോലി ചെയ്യാനൊക്കെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് യുവതലമുറ. അവരുടെ മുന്നിലേക്കാണ് റാപ്പിഡ് റെയിൽ എന്ന സംവിധാനം കൊണ്ടുവരുവാൻ LDF ശ്രമിക്കുന്നത്. അതിനും എതിർപ്പുയരുമോ എന്നത് ഇനി അറിയാനുള്ളൂ. ഉണ്ടെങ്കിൽ
എതിർപ്പുണ്ടെങ്കിൽ, എതിർപ്പ് ഉയർന്നു വരികയാണെങ്കിൽ അതിനെ നേരിടാൻ കേരളത്തിലെ ഒരു തലമുറ തന്നെ രംഗത്തിറങ്ങും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കേരളം ഒരു സിംഗപ്പൂരാക്കാൻ സാധ്യതയുള്ള സംസ്ഥാനമാണ്. അതാണ് ഇവിടെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം. UDF, BJP അതിനെ മറികടക്കുക തന്നെ വേണം കേരളം. എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ.